ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. സോ നമ്മൾ നല്ലൊരു വോളറ്റൈൽ സെക്ഷനിലൂടെയാണ് കടന്നു പോകണത് അല്ലേ. നമുക്ക് നല്ലൊരു ഗ്യാപ് ഡൗൺ വരുന്നു, നല്ല റാലി വരുന്നു, ആൻഡ് അതിൻ്റെ തേഴ്സ്ഡേ ആണെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് വന്നു ആൻഡ് നല്ലൊരു പുൾ ബാക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. നല്ല വോളറ്റൈൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല ഇമ്പോർട്ടൻറ്റ് ലെവൽസിൽ നിന്നാണ് ഈ വോളറ്റൈൽ ഈ തിരിയുന്നതും കയറുന്നതൊക്കെ മീൻസ് അതായത് ഡിമാൻഡ് സോണിൽ നിന്നാണ്, നല്ല ഡിമാൻഡ് സോണിൽ നിന്നാണ് പുൾ ബാക്ക് ഉണ്ടാകുന്നത്. സപ്ലൈ സോണിൽ നിന്നാണ് നമുക്ക് ഫാൾ ഉണ്ടാകുന്നത്. അപ്പോൾ സപ്ലൈ സോണും ഡിമാൻഡ് സോണൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ അവിടെ ക്ലിയറായിട്ട് ബ്രേക്ക് ഔട്ടാണോ അല്ലെങ്കിൽ ഫോൾസ് ബ്രേക്ക് ഔട്ടാണോ എന്നുള്ള കാര്യം കൊണ്ട് അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് ട്രേഡിങ്ങും അവിടെ നടക്കും. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസിൽ കയറാം, അല്ലെങ്കിൽ നല്ല സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് അതിൽ കയറാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അതായത് മൺഡേയിലേക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മീൻസ് OA വെച്ചിട്ട് ഏതൊക്കെ നല്ല ലെവൽസിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ FIDA ഡാറ്റ എങ്ങനെയാണ് ആ ഒരു മാർക്കറ്റിനെ കണ്ടിരിക്കുന്നത്, പോസിറ്റീവായിട്ടാണോ, അതിന് പോസിറ്റിവിറ്റി ഇനിയും തുടരുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്കും കൂടി ഒന്ന് ഡാറ്റാസ് ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണ്, അതായത് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ പാറ്റേൺസും കൂടി നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഫോർമേഷൻ വരുന്നത്, നമുക്കൊരു ഇനി പുൾ ബാക്ക് ഉണ്ടായത് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വീണ്ടും നടന്നോ എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നോക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫ്രൈഡേയിലെ കാര്യങ്ങളൊക്കെ ഈവൻ നമുക്ക് ന്യൂസ് ബേസ് ആയിട്ടുള്ളതും ഉള്ള ആ ഗ്യാപ് ഡൗണിന് ശേഷമുള്ള ന്യൂസ് ബേസ് വന്നതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ആൻഡ് ഗ്ലോബൽ സ്ക്യൂസ് ഒന്നും കുറച്ച് ഒരു നല്ലതല്ല. കൃത്യമായിട്ട് നിങ്ങൾ സോണും കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് മാത്രം കയറാൻ പറ്റിയാൽ ട്രേഡ് ചെയ്യാൻ പറ്റിയാൽ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നല്ല ഫോള് കാര്യങ്ങളൊക്കെ വരാം. ആൻഡ് ഡിമാൻഡ് സോണും സപ്ലൈ സോണൊക്കെ ഓൾറെഡി നമ്മൾ എല്ലാം രാവിലെ തന്നെ കൊടുത്തിരുന്നു. ആൻഡ് വൺസ് സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഒരു റാലി വന്നതായിട്ടും അതും കാണാൻ എക്സാക്റ്റ് ബ്രേക്കിംഗ് ആയിരുന്നു. ഈവൻ 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നല്ലൊരു ഡിമാൻഡ് സോണിൻ്റെ ഇത് പറഞ്ഞിരുന്ന അവിടെ നിന്നാണ് നല്ല ഒരു പുൾ ബാക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ആ കാര്യങ്ങളാണ് നമ്മൾ മീൻസ് നമ്മുടെ ലാസ്റ്റ് ഡേ അതായത് ഫ്രൈഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി കമ്മിങ് ഡേ അതായത് ഇനി നമുക്ക് മൺഡേയിലേക്ക് ഏതൊക്കെ ലെവൽസാണ് ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് OA അനാലിസിസ് വെച്ചിട്ട് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ നോക്കാം. നിഫ്റ്റിയിൽ ഇനി വരുന്ന എക്സ്പയറി എന്ന് പറയുന്നത് 25th ഏപ്രിലാണ്. 25th ഏപ്രിലിൽ നിഫ്റ്റീനെ നോക്കാൻ നേരത്ത് 22,000 നല്ല ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആണെങ്കിലും അവിടെ ഇപ്പോൾ നല്ല പുട്ട് റൈറ്റിംഗ് വരുന്ന കോള് അൺവൈൻഡ് ആവുന്നുണ്ട്. ആൻഡ് മാക്സിമം റെസിസ്റ്റൻസ് അതായത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് 22,500 ആണ്. ആൻഡ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രൈക്കിലും പുട്ട് റൈറ്റിംഗ് കയറി വരുന്നുണ്ട്. അത് നമുക്ക് ഷോർട്ട് കവറിങ് റാലിക്ക് ശേഷം എല്ലാ സ്ട്രൈക്കിലും പുട്ട് റൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമ്മൾ ചാർട്ടിലേക്ക് പോകുമ്പോൾ 22,200 നല്ലൊരു സപ്പോർട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നല്ല സപ്പോർട്ട്. ആൻഡ് അവിടെ കോൾ റൈറ്റിംഗ് അവിടെ ശരിക്കും കുറഞ്ഞു വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 22,200 നമ്മൾ പറഞ്ഞു നല്ലൊരു കോൾ റൈറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഡേ അത് ഡിസ്കസ് ചെയ്തു. നമുക്ക് ഫ്രൈഡേയിൽ അതായത് തേഴ്സ്ഡേ ഈവനിങ് ചെയ്ത ഇതിൽ കാണാം. ആൻഡ് അവിടെയൊക്കെ നമുക്ക് നല്ല കോൾ റൈറ്റിംഗ് ഒക്കെ കൺവൈൻഡ് ആയിട്ട് വരുന്നു. അത് നമുക്ക് പോസിറ്റീവാണ്. ആൻഡ് ഇനി ലാസ്റ്റ് ഹൈലി കോൾ റൈറ്റിംഗ് വരുന്നത് 22,500 ആണ്. അപ്പോൾ ഈ 3 ലെവലാണ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്ട്രാഡിൽ ഫോർമേഷൻ, ഹ്യൂജ് സ്ട്രാഡിൽ ഫോർമേഷൻ എവിടെയും നിഫ്റ്റിക്ക് കാണാൻ കഴിയുന്നില്ല. മാക്സിമം നിഫ്റ്റി ഒരു നല്ലൊരു പുൾ ബാക്ക് റാലിയിൽ തന്നെയാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ആ ഒരു നല്ല പുൾ ബാക്കിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ OA അനാലിസിസിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 3 ഇമ്പോർട്ടൻറ്റ് ലെവൽസാണുള്ളത്. ബാങ്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 48,000 47,500 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. ഈക്വലി ആണ് കോളും പൊട്ടും ഈക്വലി ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ 47,500 വന്നാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് സൈഡ് വേസ് പോകാനാണ് നോക്കുകയുള്ളൂ. ആൻഡ് 47,000 നമുക്ക് നല്ലൊരു സപ്പോർട്ട്. 47,000 നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അവിടെ കോള് അൺവൈൻഡ് ആയിട്ടുണ്ട്, നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ആൻഡ് പുട്ട് റൈറ്റിംഗ് ആണ് അവിടെ ഹ്യൂജ് ആയിട്ട് നിൽക്കുന്നത്. 47,500 ആണ് നമുക്ക് നല്ലൊരു സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ലെവലിനെ നോക്കുക. ഈ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റി മാക്സിമം കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ലെവലാണ് 47 അൺടിൽ 47,800 അല്ലെങ്കിൽ 47,300
300 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ 47ലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാൻ ഉള്ള ഒരു ചാൻസ് ഇൻ ഡൗൺ സൈഡ്. ആൻഡ് 48ലേക്ക് പോകാനാണെങ്കിൽ 47,800 ബ്രേക്ക് ചെയ്യണം. ആൻഡ് അത്രയും ബാങ്ക് നിഫ്റ്റി ആ ഒരു കൺസോൾട്ടേറ്റ് തുടരാനാണ് മാക്സിമം ചാൻസ് വരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 48ലാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത മാതിരി തന്നെ നമ്മൾ ചാർട്ടിലും അതെല്ലാ കാര്യങ്ങളും വരച്ചിട്ടുണ്ട്, നിഫ്റ്റിയും ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ. ഇനി നമുക്ക് നമ്മുടെ FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റയിൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ടാണോ കാര്യങ്ങൾ പോയേക്കണേന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് FISനെ നോക്കാം. FIS വെച്ച് നോക്കുമ്പോൾ അവർ കോളൊന്ന് അൺവൈൻഡിങ് നടത്തിയിട്ടുണ്ട്, ഈവൻ പുട്ടും അൺവൈൻഡിങ് നടത്തിയിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് ഡേയിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കാൻ നേരത്ത് അവർ ബിയറിഷിനാണ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് എടുത്തത്. അതായത് കോള് ലോങ് അവർ ശരിക്കും കുറച്ചിട്ടുണ്ട്. ആൻഡ് മീൻസ് ഫ്രൈഡേ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് ചെറിയൊരു സ്ലൈറ്റ്ലി ബിയറിഷ് ആയിട്ട് തന്നെ കാണാം. ആൻഡ് ഫ്യൂച്ചേഴ്സ്, അതായത് ഇത് നമുക്ക് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ് ഇത് കാണുന്നത്. ആൻഡ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈ സൈഡ് വന്നിട്ടുണ്ട്. അത് ചെറിയ ജസ്റ്റ് 4,000 ഉള്ളെങ്കിലും അതും പോസിറ്റീവായിട്ട് തന്നെ കാണാം. ബിക്കോസ് ഹ്യൂജ് സെല്ലിങ്ങിൽ നിന്നാണ് അവർ ആ പോസിറ്റീവിലേക്ക് വന്നേക്കുന്നത്. ആൻഡ് അത് നല്ല കാര്യമായിട്ട് തന്നെ കാണാം. ഞാൻ ഇനി നമുക്ക് OA വെച്ച് നോക്കാം. OA ഇൻഡെക്സ് ഓപ്ഷൻസിലും അവർ നെഗറ്റീവായിട്ട്, അതായത് പുട്ടിനാണ് അവർ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. ബട്ട് ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഇവിടെ കോള് അൺവൈൻഡിങ് എന്നുള്ളത് ഇപ്പോൾ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം ഒരു ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടിയാണ്. ഓൾറെഡി നമ്മൾ FIDA ഡാറ്റ എന്നുള്ളതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് പുട്ടിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലോങ്ങിലേക്ക് പോകുന്തോറും ഇത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് FIDA ഡാറ്റ OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ അവർ സെല്ലിങ് കണ്ടിന്യൂ ചെയ്തിട്ടില്ല, ഈവൻ ഒരു സ്ലൈറ്റ്ലി അവർ കുറച്ചിട്ടുണ്ട് എന്ന് പറയാം. അത് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് തന്നെ ആ സെല്ലിങ് കുറച്ചേക്കുന്നതും കാണാം. അപ്പോൾ FIS സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ബട്ട് ഒരു ഓവറായിട്ട് ഒരു ലോങ്ങിലേക്ക് അവർ സ്റ്റിൽ മാറിയതിൻ്റെ ഇതില്ല. ബട്ട് അവർ ന്യൂട്രൽ ടു പോസിറ്റീവായിട്ടാണ് FISനെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് പ്രോയിനെ നോക്കാം. പ്രോ കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ടാണെന്ന് തോന്നുന്നു. ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ ലോങ്ങിലേക്ക് കോൾ നിൽക്കുന്നുണ്ട്. ആൻഡ് അൺവൈൻഡിങ് ആണ് പുട്ട്, അത് കംപ്ലീറ്റ്ലി നെറ്റ് ബുള്ളിഷ് ആണ്. ആൻഡ് ഇനി നമുക്ക് ഇത് നോക്കാം. ബട്ട് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈയിങ് ഒന്ന് കുറച്ചിട്ടുണ്ട്. സ്ലൈറ്റ്ലി ഒരു ബിയറിഷ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ബട്ട് ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ ബുള്ളിഷ് ആയതുകൊണ്ട് മേ ബി അത് ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്ന് ചാൻസ് കൂടി നിൽക്കുന്നു. ആൻഡ് ഇവിടെ നമുക്ക് കോള് OAയും പുട്ട് OAയും വെച്ച് നോക്കുമ്പോൾ OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ വെച്ച് നോക്കുമ്പോൾ അവിടെയും നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. പുട്ട് അവർ അൺവൈൻഡിങ് ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് കോള് അവർ മീൻസ് ലോങ്ങിലേക്ക് നിൽക്കുന്നു. അത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണാം. ലാസ്റ്റ് ഡേയ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഡേയ്സിലൊക്കെ കോളായിരുന്നു അൺവൈൻഡിങ് പൊസിഷൻസിൽ നിന്നത്. ഇവിടെ കോളൊക്കെ ആയിരുന്നു അൺവൈൻഡിങ്. ഇപ്പോൾ കോളൊന്ന് ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഈ ലോങ് ഉണ്ടായത് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അൺവൈൻഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഇൻഡെക്സ് ഓപ്ഷൻസിലും ഒരു സ്ലൈറ്റ്ലി ഒരു ബുള്ളിഷായിട്ട് DASും അതായത് പ്രോസും മാറിയിട്ടുണ്ട്. ആൻഡ് സെല്ലിങ് അവർ ഹ്യൂജായിട്ട് തന്നെ കുറച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേയ്സിൽ സെല്ലിങ് കുറച്ചൊന്ന് കൂടി വന്നതാണ്, ഒറ്റയടിക്കാതെ അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ FIDA ഡാറ്റ വെച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ FIS സ്ലൈറ്റ്ലി ഒരു ന്യൂട്രൽ ടു പോസിറ്റീവും ആൻഡ് പ്രോ ആണെങ്കിൽ നല്ല ഹ്യൂജ്ലി പോസിറ്റീവായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റും കൂടി നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ വലിയ ഒരു അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. FISൻ്റെ ഒരു ജസ്റ്റ് 129 crore ബൈയിങ് ആൻഡ് DAS ജസ്റ്റ് 53 crore സെല്ലിംഗ് ആണ് നടത്തിയത്. അത് നല്ലൊരു ക്യാഷ് മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഇതൊന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് അവർ സെല്ലിങ് നടത്തിയിട്ടില്ല. അതായത് എന്നുള്ള ഒരു പോസിറ്റീവ് തിങ് നമുക്ക് അവിടെ എന്തായാലും നമുക്കൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു 4 hour ടൈം ഫ്രെയിമും കൂടി വെച്ച് നോക്കാം. 4 hour ടൈം ഫ്രെയിമിൽ അപ്പോൾ FIDA ഡാറ്റ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ FIS ന്യൂട്രൽ ടു പോസിറ്റീവും ആൻഡ് DAS പ്രോ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മാർക്കറ്റ് ഒന്ന് പോസിറ്റിവിറ്റി മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഇവിടെ നമുക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. ദെൻ അവിടെ നിന്നൊരു ഫോൾ ഉണ്ടായി. ദെൻ ഒരു ഹൈ എടുത്തു, പിന്നെയും ഒരു ലോ ഓപ്പണിംഗ് ആയിരുന്നു. ആൻഡ് ഇവിടെ ഒരു ഹൈ എടുത്തേക്കുന്നു. ആൻഡ് അത് അങ്ങനെയാണ് മാർക്കറ്റ് ഇപ്പോൾ തൽക്കാലം അവസാനിച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ പോയിന്റ് ശ്രദ്ധിക്കുക എന്നുള്ളത് നോക്കാം.
ഇനി മെയിനായിട്ട് നമുക്ക് ഇവിടെ സ്റ്റിൽ ഇതിൻ്റെ മേളിൽ ഈ ഒരു ലാസ്റ്റ് ക്ലോസ് ചെയ്ത ക്യാൻഡലിൻ്റെ മേളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്കൊരു ബുൾ ക്യാൻഡിൽ ഇവിടെ നമുക്കൊരു ക്യാൻഡിൽ ഫോർമേഷൻ വന്നാൽ ഇവിടെ നിന്ന് നമുക്ക് എന്താക്കാം, നമുക്ക് നല്ലൊരു ലോങ് എൻട്രിക്ക് വേണ്ടി ക്ലിയർ ചെയ്യാം. ബിക്കോസ് മാർക്കറ്റ് നല്ല ഒരു സപ്പോർട്ട് എടുത്തിട്ട് ബുള്ളിഷ് ആയി എന്നുള്ള കാര്യം പറയാം. ആൻഡ് ഇവിടെ നമുക്കൊരു സപ്ലൈ സോൺ ഉണ്ട്, അത് 4 hour ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോൺ ഉണ്ട്. വേണമെങ്കിൽ ഇവിടെയും ഒന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് വേണമെങ്കിൽ ആ സോണും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റ് വൺസ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിന് ഇനി മേളിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സോണും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസാണ് മാക്സിമം നിൽക്കുന്നത്. ഇനി അതല്ല, ഇവിടെ നിന്ന് നമുക്ക് നമ്മളിനി ഇവിടെ നിന്ന് ഒരു റിവേഴ്സിങ് ക്യാൻഡിൽ ഫോർമേഷനാണ് വരുന്നത് എങ്കിൽ, അതായത് ഒരു സ്പിന്നിങ് ടൈപ്പ് ഹാമർ, അതായത് സ്പിൻ ടൈപ്പ് ഒരു റിവേഴ്സ് ഹാമറാണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ്, അതായത് ഇവിടെ ഒരു ലോ എടുത്തു, ഒരു ഹൈ എടുത്തു, ഇവിടെ ഒരു ലോ എടുത്തു, ഈ ഹൈ എടുത്തു, ഇനി ഈ ഒരു സോണിനെ, അതായത് താഴെയുള്ള ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് അതും ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നു. ബിക്കോസ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് നല്ലൊരു പോസിറ്റീവ് ട്രെൻഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും ലോങ് അൺവൈൻഡ് ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും ലോങ്ങിലേക്ക് നിൽക്കുന്നു. ഇനി ലോങ് അൺവൈൻഡ് ചെയ്താൽ വീണ്ടും ഷോർട്ട്, അതായത് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ 2 ലെവൽസാണ്. അതായത് ഇവിടെ നിന്നുള്ള അപ്പ് ആൻഡ് ഡൗൺ ആണ് നമുക്ക് ഇനി ഒരു ഡയറക്ഷൻ തരാനുള്ള ചാൻസ്. ഇവിടെയുള്ള ക്യാൻഡിൽ ഫോർമേഷനും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള എന്തെങ്കിലും ക്യാൻഡിൽ വന്നാൽ ഇവിടെ നമുക്ക് കൺസോൾട്ടേഷൻ ആയിരിക്കും. മാർക്കറ്റിൻ്റെ എപ്പോഴും സപ്പോർട്ടീവ് ക്യാൻഡിൽ വരാൻ നോക്കുക. ഇവിടെ കണ്ടില്ല, ഇവിടെ നമുക്ക് സപ്പോർട്ട് ക്യാൻഡിൽ വന്നു, ചെറിയൊരു പുൾ ബാക്ക് വന്നു, വീണ്ടും നമുക്കൊരു റാലി കണ്ടിന്യൂ ചെയ്തു. അതേമാതിരി ഇവിടെയും നമുക്ക് നോക്കാം പുൾ ബാക്ക് ആൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സെയിം തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ അനാലിസിസ് നടത്തുമ്പോൾ അതിന് മുമ്പ് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ നമുക്ക് കാണാനും പറ്റും. ആൻഡ് ഓൾമോസ്റ്റ് സെയിം ആണ് ബാങ്ക് നിഫ്റ്റിക്കും നമ്മൾ പറയാൻ നേരത്തുള്ളത്. നമുക്ക് ഇവിടെ നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി, ഇവിടെ നിന്ന് ലോ ഒരു ഹൈ എടുത്തിട്ടാണ് പിന്നെയും ഒരു ഹൈ എടുത്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു ഇവിടെ ഓൾറെഡി നമ്മൾ റിട്ടേൺ ചെയ്ത ഒരു ഡിമാൻഡ് സോണാണ്. ആ ഡിമാൻഡ് സോണിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി നല്ലൊരു പുൾ ബാക്ക് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെയും നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ഇതിൻ്റെ മേളിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ, നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. ഇനി അതല്ല, ഇവിടെയും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു റിവേഴ്സിങ് ക്യാൻഡിലാണ് വരുന്നത് എങ്കിൽ, ഇതുപോലെ ഉള്ള റിവേഴ്സിങ് ക്യാൻഡിലാണെങ്കിൽ ഈ ഒരു ലോ ഹൈ, വീണ്ടും ഒരു ലോ എടുത്ത് ഒരു ഹൈ എടുത്തു, ഈ ഒരു ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസും അവിടെയും നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 ലെവൽസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ, ഹൈയും ലോയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ബട്ട് നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നത് ഈ ലെവലാണ്. 47ൻ്റെ സപ്പോർട്ടും 47,500ൻ്റെ സ്ട്രാഡിലും ആൻഡ് 48ൻ്റെ റെസിസ്റ്റൻസൊക്കെ തന്നെയാണ്. കുറച്ചൊന്ന് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കും വേണമെങ്കിൽ മാർക്കറ്റ് ഒന്ന് ആ പുൾ ബാക്കും അല്ലെങ്കിൽ ഡൗൺ ആണെങ്കിൽ അതും. എന്തായാലും കൃത്യമായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ നോക്കുക. ഇവിടെയും നമ്മൾ കണ്ടില്ലേ, ഈ ഒരു ലെവൽസിന് അവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഒന്ന് ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. വൺസ് ഇവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്തു ആൻഡ് ഈ ഒരു ഹൈൻ്റെ ഈ മാർക്കറ്റ് വൺസ് ബ്രേക്ക് ഔട്ട് വന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ നല്ല സപ്പോർട്ട് ക്യാൻഡിൽ ആൻഡ് അവിടെ നിന്ന് ശേഷം നല്ലൊരു പുൾ ബാക്ക് ക്യാൻഡിൽ വന്നു, മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് വന്നു. അതേമാതിരി തന്നെ ബാങ്ക് നിഫ്റ്റിക്കും ഇതാണ് ഇനി നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ, അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു കൺഫർമേഷൻ തന്നാൽ നമുക്ക് പുൾ ബാക്ക് കണ്ടിന്യൂ ചെയ്യാം ഈസി ആയിട്ട്. സ്ട്രാഡിലോ അത് കോൺട്രോ അല്ലെങ്കിൽ സ്പ്രെഡോ ബുൾ സ്പ്രെഡ് കാര്യങ്ങളൊക്കെ മേളിലേക്കാണെങ്കിൽ മേളിലേക്ക്, ഇനി താഴേക്കാണ് ക്യാൻഡിൽ ഫോർമേഷൻ വരുന്നതെങ്കിൽ അതുപോലെ തന്നെ താഴേക്കും സെറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ പറയാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഫിൻ നിഫ്റ്റിയിലും എല്ലാത്തിലും അതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ആൻഡ് ഈവൻ ഇൻ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ മാത്രം നമുക്ക് ഒരു ഹാമർ പാറ്റേൺ കണ്ടിട്ട് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷനാണ്. അപ്പോൾ ഇനി നമുക്ക് ഹാമർ പാറ്റേൺ ഇത് കൺസോൾട്ടേഷൻ, ഈ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇൻഡിസിഷൻ ക്യാൻഡിലിന് ശേഷം ഇനി നമുക്ക് ഇവിടെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ വന്നാലും ഡെഫിനറ്റ്ലി മിഡ് ക്യാപ്പും നല്ലൊരു റാലി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്കും അല്ലെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന സ്വിംഗ് സ്റ്റോക്കൊക്കെ ഫ്ലൈ ചെയ്യാനുള്ള ചാൻസ് അവിടെയും നിൽക്കുന്നു. ആൻഡ് വിക്സ് ഒന്ന് 3% ഒന്ന് മേളിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നമ്മൾ വിക്സിൻ്റെ ഒരു ഇലക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആൻഡ് അതിൽ പറഞ്ഞു വിക്സ് കൂടാനുള്ള ചാൻസ് ഇലക്ഷൻ ടൈം ആയാൽ, ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ ചാൻസ് ഉണ്ട്. അപ്പോൾ വിക്സും ചെറുതായിട്ടൊന്ന് പുൾ ബാക്കൊക്കെ നടത്തി ഒന്ന് കയറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. ആൻഡ് ഏതൊക്കെ ഇനി വോളറ്റൈലിറ്റി കൂടാൻ തന്നെയുള്ള ചാൻസാണ്
അപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ പറഞ്ഞ ലെവൽസ്, അതായത് ലെവൽസിനെ വാച്ച് ചെയ്യുക. ആൻഡ് അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ കാണിച്ച ആ ഒരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും കൂടി ഒന്ന് ഫോളോ ചെയ്ത് അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു ട്രേഡ് സെറ്റപ്പും കൂടി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് പോയാലും നിങ്ങൾ ലോസ് വരില്ല, അല്ലെങ്കിൽ ലോസ് ലിമിറ്റഡ് ചെയ്ത് ഒരു ട്രേഡ് സെറ്റപ്പും കൂടി നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ഈ ഒരു വോളറ്റൈൽ മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ടെലഗ്രാം ചാനലിൽ വന്ന് ചോദിച്ചാൽ എന്തായാലും അതിന് വന്ന് പറയാം. മീൻസ് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. ഇനി അതല്ല കമൻറ്റ് ചെയ്തിട്ടാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തും കൂടി അറിയിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.